നമ്മളിന്ന് ബൈക്കിന്റെ റോഡ് ടെസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 8 എടുക്കുന്ന വീഡിയോ പറഞ്ഞു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടനവധി സംശയങ്ങളാണ് റോഡിന്റെ ടെസ്റ്റിനെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പോൾ റോഡിന്റെ ടെസ്റ്റിന് നമ്മുടെ ഇവിടെ എങ്ങനെയാണോ നടക്കുന്നത് ആ ഒരു രീതിയിലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പല RTSന് കീഴിൽ ചിലപ്പം ആൻസിങ്ങിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. അത് ചെറിയ മാറ്റങ്ങൾ വരുള്ളൂ. അപ്പം നമ്മുടെ ഇവിടെ മാനന്തവാടി RTSലൊക്കെ എങ്ങനെയാണ് ബൈക്കിന്റെ റോഡ് ടെസ്റ്റ് നടക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ വിടണം, അതുപോലെ ഹാൻഡ് സിഗ്നൽ നിർബന്ധമാണ്. അപ്പം ഹാൻഡ് സിഗ്നലിന്റെ ഒരു 5 ഹാൻഡ് സിഗ്നൽ ഉണ്ട്. ഹാൻഡ് സിഗ്നൽ കാണിക്കുന്നതിന്റെ ഉദ്ദേശം നമുക്ക് ചില സമയങ്ങളിൽ ചിലപ്പോൾ ഇൻഡിക്കേറ്റർ വർക്കായി എന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഹാൻഡ് സിഗ്നൽ ജസ്റ്റ് ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാവരും ഹാൻഡ് സിഗ്നൽ ഉപയോഗിക്കുന്നവരും ഉണ്ടാവില്ല, അതുപോലെ ഇൻഡിക്കേറ്റർ മാത്രം ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഹാൻഡ് സിഗ്നൽ മാത്രം കാണിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 5 ഹാൻഡ് സിഗ്നലാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അത് റോഡ് ടെസ്റ്റിന് കാണിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. 5 ഹാൻഡ് സിഗ്നൽ കാണിക്കുന്നത് നമ്മൾ വലത്തേക്ക് തിരിയുന്നു. ഇങ്ങനെയാണ് കൈ ഇങ്ങനെ ഷോൾഡർ നേരെ ഇങ്ങനെ പിടിക്കണം. നമ്മൾ വലതുവശത്തേക്ക് തിരിയുന്നു. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ 3 പ്രാവശ്യം മുന്നോട്ട് കറക്കണം നമ്മുടെ കൈനെ. അത് ഇങ്ങനെയൊന്നും കറക്കം ചെയ്യരുത്, കറക്റ്റ് റൗണ്ടിൽ ഇങ്ങനെ കറങ്ങി വരണം. അപ്പോൾ അത് 3 പ്രാവശ്യം കാണിക്കും വേണം. അത് രണ്ടാമത്തെ ഹാൻഡ് സിഗ്നലായി. ഇനി അടുത്തത് വരുന്നത് എന്താണ്, ഓവർടേക്കിംഗ് ആണ്. നമ്മൾ തൊട്ട് ബേക്കിലെ വണ്ടി നമ്മുടെ ഇപ്പോൾ സ്പീഡ് കുറയ്ക്കുവാൻ നമ്മളിങ്ങനെ ഹാൻഡ് സിഗ്നൽ കാണിക്കുന്നു, ഓവർടേക്ക് ചെയ്ത് പൊയ്ക്കോളാൻ പറയുന്നു. പിന്നെ വരുന്നത് സ്ലോ ഡൗൺ ആണ്. സ്ലോ ഡൗൺ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ സ്ലോ ഡൗൺ കാണിക്കുന്നു. പിന്നെ വരുന്നത് നമുക്ക് സ്റ്റോപ്പാണ്. സ്റ്റോപ്പും ഇങ്ങനെ വന്നു, കൈ ഇങ്ങനെ കറക്റ്റ് ഷോൾഡറിന് നേരെ വന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ നേരെ നിൽക്കണം. അപ്പോൾ 5 ഹാൻഡ് സിഗ്നലാണ് നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കണം. നമുക്ക് ഉപയോഗിക്കേണ്ടത് ഇവിടെ നമുക്ക് റൈറ്റിലോട്ടും ഇൻഡിക്കേറ്ററും വേണം, റൈറ്റിലോട്ടും ഹാൻഡ് സിഗ്നൽ വേണം. അതുപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇടതുവശം ചേർന്നാണ് നിർത്തുന്നത്. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റിലോട്ട് കൈ ഇങ്ങനെ മുന്നോട്ടിങ്ങനെ കറക്കുന്നു. അതും നിർബന്ധമാണ്. ഇനിയിപ്പോൾ വേറെ സ്ഥലങ്ങളിൽ ചിലപ്പോൾ സ്റ്റോപ്പായിരിക്കും. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ വണ്ടി നിർത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ സ്റ്റോപ്പ് കാണിക്കുന്നു. അപ്പം 2 സിഗ്നലാണ് നമ്മൾ ബൈക്കിന്റെ റോഡ് ഓടിക്കുമ്പോൾ നിർബന്ധമായും കാണിക്കേണ്ടത്. അത് നമ്മൾ നിർബന്ധമായി കാണിക്കേണ്ടതാണ് ഹാൻഡ് സിഗ്നലുകളൊക്കെ. അപ്പം നമ്മളെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, വലത്തേക്ക് തിരിയുന്നു എന്നുള്ളതും അത് കഴിഞ്ഞ് ഇടതുവശത്തേക്ക് തിരിയുന്നു എന്നുള്ള 2 ഹാൻഡ് സിഗ്നലാണ് നമുക്ക് ഇവിടെ കാണിക്കേണ്ടത്. അപ്പം ഇത്രയാണ് ഹാൻഡ് സിഗ്നൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം ഇൻഡിക്കേറ്ററും നിർബന്ധമായി ഇടണം റോഡ് ഓടിക്കുമ്പോൾ. പല ആൾക്കാരും ചോദിക്കുന്നു, ആക്സിഡന്റ് കൈ എടുക്കുമ്പോഴത്തേക്കിനും വണ്ടീൻ്റെ സ്പീഡ് കുറയില്ലേന്ന്. നമ്മളിപ്പോൾ നിലവിലൊരു 10-30 കിലോമീറ്റർ വണ്ടീൻ്റെ വേഗതയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ വണ്ടീൻ്റെ സ്പീഡ് കുറയാനുള്ള സാധ്യതയില്ല. അതുപോലെ ഇപ്പോൾ സ്കൂട്ടിയെ ഓടിക്കുന്നതെങ്കിൽ ഇൻഡിക്കേറ്റർ മാത്രം ഉപയോഗിച്ചാൽ മതി, ഹാൻഡ് സിഗ്നൽ വേണ്ട, ഇൻഡിക്കേറ്റർ മാത്രം. സ്കൂട്ടിയിൽ എടുക്കുന്നവരാണെങ്കിൽ ഇൻഡിക്കേറ്റർ മാത്രം. അപ്പോൾ സ്കൂട്ടിയിൽ എടുക്കുന്നവർക്ക് അപ്പോൾ വിത്തൗട്ട് ഗിയറിന്റെ ലൈസൻസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മൾ 4 ഗിയറിൽ ഉപയോഗിക്കുന്ന വണ്ടികളാണല്ലോ എന്താവും, നമുക്കത് വിത്ത് ഗിയർ എല്ലാ വണ്ടികളും നമുക്ക് ഓടിക്കാൻ പറ്റും. അതുപോലെ വിത്ത് ഗിയറിന് വരുമ്പോൾ ഓട്ടോമാറ്റിക് സ്കൂട്ടി ഇങ്ങനത്തെ ഉള്ള വണ്ടികളൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് റോഡ് ടെസ്റ്റിന്റെ ഹാൻഡ് സിഗ്നലൊക്കെ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് റോഡ് എങ്ങനെയാണ് ഓടിക്കുന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ബൈക്കിന്റെ റോഡ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ കാണിക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഹാൻഡ് സിഗ്നൽ കാണിക്കണം. അത് കഴിഞ്ഞ് റോഡിന്റെ ഇടതുവശം ചേർന്നാണ് പോകുന്നത്. അപ്പൊ നമ്മൾ കയറുന്ന അന്നേരം തന്നെ നമ്മൾ വലതുവശത്തേക്ക് റോഡിലോട്ട് ഇറങ്ങി അന്നേരം റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഓഫ് ആക്കുക. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞ് ഇവിടെ നമ്മളൊരു ഡിവൈഡർ പോലെ കോൺ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് രണ്ടാമത്തെ ഡിവൈഡർ എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വലത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടണം, വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ കാണിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു സൈഡിലോട്ട് വലതുവശത്തേക്ക് റോഡിന്റെ സെന്ററിലോട്ടാണ് വരുന്നത്. അന്നേരം ബേക്കിൽ വണ്ടി ഉണ്ടെങ്കിലും നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് നമ്മൾ റോഡിന്റെ മധ്യഭാഗത്തേക്ക് കയറുന്നത്. അന്നേരം നിങ്ങൾ കയറി കഴിഞ്ഞപാട് അന്നേരം നമ്മൾ ഈ പോകുന്ന പോക്കിൽ സെക്കൻഡ് ഗിയറൊക്കെ ഗിയർ മാറണം. അന്നേരം എന്ത് ചെയ്യുന്നു, നമ്മൾ സെക്കൻഡ് ഗിയറിൽ ഇടുന്നു, ആ ഇൻഡിക്കേറ്റർ അന്നേരത്തെ ഓഫാക്കി ആ കോണിന്റെ സെന്ററിൽ കൂടെ പിടിച്ചു വന്നു. ലാസ്റ്റ് കോൺ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഗിയറിനെ ഡൗൺ ചെയ്യുക. ഗിയറിനെ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടുന്ന് ഫസ്റ്റ് ഗിയറിലോട്ട് വരിക, വീണ്ടും ആ ഓഫാക്കി ഇൻഡിക്കേറ്റർ വീണ്ടും വലതുവശത്തേക്ക് ഇടുക. വലതുവശത്തേക്ക് ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ യൂട്ടേൺ തിരിഞ്ഞു കഴിയുമ്പോൾ ആ വലതുവശത്തേക്കുള്ള ഇൻഡിക്കേറ്ററിന് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇൻഡിക്കേറ്ററിന് ഓഫ് ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് ഇടതുവശത്തൂടെ വരുവാണ്. ഇടതുവശത്ത് വരുമ്പോൾ പിന്നെ നമ്മൾ നമ്മൾ ഫസ്റ്റ് റൈറ്റിലോട്ട് കാണിച്ച് അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇടതുവശത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. എന്നിട്ട് ഹാൻഡ് സിഗ്നൽ ഇങ്ങനെ ഇടതുവശത്തേക്ക് തിരിയുന്നു എന്നുള്ള ഹാൻഡ് സിഗ്നലും കൂടി നമ്മൾ കാണിച്ച ശേഷം റോഡിന്റെ സൈഡ് ചേർന്ന് വണ്ടി നിർത്താം. ഇത്രയാണ് റോഡ് വരുന്നത്. അപ്പോൾ നമുക്ക് ഹാൻഡ് സിഗ്നൽ കാണിക്കുന്നത് നമ്മൾ വലതുവശത്തേക്ക് തിരിയുന്നു എന്ന് പറയുമ്പോൾ തൊട്ട് ബേക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ട്, കൈയും കാണിക്കുന്നുണ്ട്.
നിങ്ങളുടെ ബേക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ബേക്കിലെ ഡ്രൈവർ ഒരിക്കലും നിങ്ങളെ ഓവർടേക്ക് ചെയ്യില്ല. നിങ്ങളുടെ ഇടതുവശത്തോടെ ചേർന്ന് പോയിക്കോളും. പിന്നെ റോഡിന്റെ സെന്ററിലാണ് വണ്ടി ഇരിക്കുന്നത്. അന്നേരം ബേക്കിൽ വണ്ടി ഉണ്ടെങ്കിലും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ അവരെന്ത് ചെയ്യും, നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകുന്നതാണ്. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടു, അന്നേരം തൊട്ട് ബേക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ നമ്മളെ റൈറ്റ് സൈഡിൽ കൂടെ കയറി പോകുന്നതാണ്. അപ്പൊ തൊട്ട് ബേക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇടതുവശം ചേർത്ത് വണ്ടി നിർത്തരുത്. ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞ് നമ്മളൊരു എന്താ പറയുക കുറച്ച് ദൂരം കഴിഞ്ഞിട്ടാണ് നമ്മൾ റോഡിന്റെ സെന്ററിലോട്ട് കയറുന്നത്. അപ്പോൾ തൊട്ട് ബേക്കിലുണ്ടെങ്കിൽ നിങ്ങൾ പാനിക്കാവോ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് നേരെ വണ്ടി എടുത്ത് റോഡ് ഓടിച്ച് വരാം. ഗിയർ ചേഞ്ച് ചെയ്യണം, നല്ല സ്പീഡ് ഉണ്ടായിരിക്കണം. ഒരിക്കലും നമ്മൾ ചെറിയൊരു സ്പീഡിലൊന്നും നടന്നു പോകുന്ന സ്പീഡിലൊന്നും നിങ്ങൾ വണ്ടി ഓടിച്ച് പോകരുത്. അന്നേരം നിങ്ങൾ നല്ലൊരു തേർഡ് ഗിയർ ഫോർത്ത് ഗിയർ എല്ലാ ഗിയറും മാറണം. തിരിച്ചു വരുമ്പോൾ എല്ലാ ഗിയറും മാറണം. ഗിയർ തന്നെ ഫസ്റ്റ് ഗിയറിലൊക്കെ വരുമ്പോൾ ആ ഗിയറിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആക്സിഡന്റ് സൗണ്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് കേൾക്കും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റോഡ് ടെസ്റ്റിന് ഫെയിലായി പോകുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ റോഡ് ഓടിക്കേണ്ടത്. എല്ലാവരും ഇതേപോലെ തന്നെ റോഡിൽ തന്നെ ഓടിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈക്കിന്റെ റോഡൊക്കെ ഇനി തൊട്ട്